കോൺഗ്രസിനെ വീറോടെ നയിക്കുന്ന യുവനേതാവ് ഷാഫി പറമ്പിൽ എംപിക്ക് തടവ് ശിക്ഷ ലഭിക്കും. തടവ് ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളൊന്നും എത്രത്തോളമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പായ ഒരു കേസിൽ ഷാഫി പറമ്പിലിന് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഷാഫി പറമ്പിലിനെതിരെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. പോലീസുകാർ ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യുന്നു. ഷാഫി പറമ്പിലും ഇനി ഷിംജിത കാണിച്ചതുപോലെ ഇനി ഒളിവിലെങ്ങാനുമാണെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. കേസ് 2022 ജൂൺ 24 പാലക്കാട് നിന്ന് വയനാടേക്കുള്ള ദേശീയപാത ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് സംഘത്തെ നയിച്ചത് ഷാഫി പറമ്പിലായിരുന്നു. അന്ന് വയനാട് എം പി ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പ്രവർത്തകർ തല്ലിത്തകർത്തു എന്ന സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലക്കാട് ചന്ദ്രനഗർ ചെമ്പൻമേട് ആ ഭാഗത്തുള്ള റോഡ് ഉപരോധിക്കുന്നത്. 40ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് റോഡ് ഉപരോധിച്ചത്. അതിൽ ഷാഫി പറമ്പിൽ ഇതുവരെ കോടതിയിൽ ഹാജരായിട്ടില്ല. ഇത് ജനപ്രതിനിധിയായാൽ കോടതിയിൽ ഹാജരാകേണ്ടതുണ്ടോ എന്നൊക്കെ ചിലർ ചിന്തിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. കാരണം അവർ അങ്ങനെ ചിന്തിച്ച് ഉറപ്പിച്ച് കോടതിയിൽ ഹാജരാകണമോ വേണ്ടയോ എന്നൊക്കെ നോക്കിയാൽ മതി. പക്ഷേ നിയമത്തെയും നിയമവ്യവസ്ഥയെയും അംഗീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാഫി പറമ്പിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. എന്നിട്ട് പരമാവധി ശിക്ഷ ആ സംഭവത്തിൽ വാങ്ങിക്കൊടുക്കണം. ഇത് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ഈ കേസിൽ ഷാഫി പറമ്പിലിന്റെ കൂട്ടുപ്രതിയായിരുന്നു പി സരിൻ. ഇപ്പോ പി സരിൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലില്ല, യൂത്ത് കോൺഗ്രസിലില്ല. അദ്ദേഹം CPM-ലാണ്. ഇടത് സഹയാത്രികൻ മാത്രമല്ല, ഇടതു മുന്നണിയുടെ സജീവ പ്രവർത്തകനും വക്താവും ഒക്കെയാണ്. CPM-ന്റെയും വക്താവ്. അപ്പോ പി സരിൻ ഈ കേസിലെ ഇതേ കേസിലെ 9ാം പ്രതിയായിരുന്നു. പി സരിൻ കോടതിയിൽ ഹാജരായി. കാരണം അദ്ദേഹം ജനപ്രതിനിധിയല്ല, പോരാത്തതിന് CPM പ്രവർത്തകൻ കൂടിയാണ്, CPM-ന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം കോടതിയിൽ ഹാജരായി. കോടതി അദ്ദേഹത്തിന് 500 രൂപ പിഴ അടയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസത്തെ തടവ് ശിക്ഷ, അതായത് കോടതി പിരിയുന്നത് വരെ കോടതിയിൽ നിൽക്കുക, അതാണ് തടവ് ശിക്ഷ. അങ്ങനെ ആ ശിക്ഷയും പി സരിൻ അനുഭവിച്ചു. ഇതൊന്നും നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നില്ല. സരിൻ കോടതിയിൽ പോയതോ സരിന് തടവ് ശിക്ഷ ലഭിച്ചതോ ഒന്നും ആരും അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞെങ്കിൽ തന്നെ ആരും വലിയ പ്രാധാന്യത്തോടു കൂടി അന്ന് ചർച്ച ചെയ്തിരുന്നില്ല. പക്ഷേ ഷാഫി പറമ്പിലിനെതിരെ കേസ് വരുമ്പോൾ, ഷാഫി പറമ്പിലിനെതിരെ ഷാഫിക്ക് തടവ് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വാർത്ത വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കേസിന്റെ വിശദാംശങ്ങൾ കൃത്യമായി പറഞ്ഞത്. ഷാഫി പറമ്പിലിന് തടവ് ശിക്ഷ ലഭിക്കാൻ പോവുകയാണ്, ഒപ്പം പിഴയും. അത് കോടതി തീരുമാനിക്കും. എത്ര ദൈർഘ്യമുള്ള തടവാണ്, എത്ര കനമുള്ള പിഴയാണെന്നൊക്കെ കോടതി തീരുമാനിക്കും.